ഹലോ നിതീഷ് ചേട്ടാ. ആ നന്ദിത, എന്താ ചിരിച്ചത്? ഞാനതിന് തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ അങ്ങനെ ആരും നന്ദിതാന്ന് പേര് മൊത്തം വിളിക്കാറില്ല, അതുകൊണ്ട് ചിരിച്ചതാ. നന്ദു എന്നുള്ള വിളി കേട്ടാ ശീലം. ശരി, എന്നാ ഞാനും ഇനി അങ്ങനെ വിളിച്ചോളാം. തീർന്നില്ലേ പ്രശ്നം? ഞാൻ സുമിതേട്ടത്തിന്റെ കാര്യം പറയാനാ വിളിച്ചത്. നന്ദു അറിഞ്ഞാണോ അല്ലേ? നാളെ ഡിസ്ചാർജ് ആവുന്ന കാര്യല്ലേ? അറിഞ്ഞു. പക്ഷെ ഒത്തിരി ആശ്വസിക്കാനോ സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിതീഷ് ചേട്ടാ. പാവം സുമിതേച്ചി ആ കിടപ്പനെ കിടക്കല്ലേ. നന്ദു വിഷമിക്കണ്ട. അത്രയും വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചല്ലേ, അത് റിക്കവർ ആവാൻ സമയമെടുക്കില്ലേ? ഷി വിൽ ബി ഓൾ റൈറ്റ്. ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിരിക്കാതെ നന്ദുവിന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ? അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം എനിക്കെന്തോ ആകെ ഒരു പേടി പോലെയാ. ആരെങ്കിലും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവോ, എന്നെ കണ്ട് തിരിച്ചറിയോന്നൊക്കെ ഒരു തോന്നല്. അന്ന് നടന്നൊന്നും നമ്മുടെ മനസ്സിലല്ലാതെ മറ്റാരുടെ മനസ്സിലുണ്ടാവില്ല. അങ്ങനെ അങ്ങ് എല്ലാവരും അറിയാനും ഓർത്തിരിക്കാനും മാത്രം പബ്ലിസിറ്റി അതിന് കിട്ടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പത്രത്തിലോ ചാനൽ വാർത്തയിലോ ഒന്നും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ? അറിയാം, എങ്കിലും എന്റെ കണ്ണിൽ തന്നെ ഞാൻ വല്ലാതെ ചെറുതായ പോലെ. പക്ഷേ എന്റെ കണ്ണിൽ നന്ദിതയ്ക്കുള്ള സ്ഥാനം ഒട്ടും ചെറുതായിട്ടില്ല. കാരണം താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. അന്ന് നടന്നൊക്കെ ഓർക്കുമ്പോ ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നിതീഷേട്ടൻ എനിക്ക് തന്ന ധൈര്യം കൊണ്ട് മാത്രോ. മനസ്സൊന്ന് റെഡിയാവുന്നവരെ മറ്റെവിടെയും പോവാൻ തോന്നിയില്ലെങ്കിൽ അത് വേണ്ട. പക്ഷെ ഇങ്ങോട്ട് വരാലോ. ഇതും നന്ദുന്റെ സ്വന്തം വീട് തന്നെയല്ലേ. നാളെ സുമിതയുടെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തുമ്പോ നന്ദു വരില്ലേ? വരും. ഓക്കെ, സീ യു. ഓക്കെ. ഇപ്പൊ എന്താ ഇത്ര ടെൻഷൻ അടിക്കാനുണ്ടായേ? സുമിതയുടെ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. അതെങ്ങനെ സംഭവിച്ചു? ഗിരിയേട്ടന്റെ സ്വാധീനം, അല്ലാതെങ്ങനെ. ക്രൈംബ്രാഞ്ച് CI മീര വർഗീസിനാണ് അന്വേഷണ ചുമതല. ഇതുവരെ അന്വേഷിച്ച കേസുകളിലെല്ലാം തുമ്പുണ്ടാക്കിയ ഒരു സർവീസ് ഹിസ്റ്ററി അവർക്കുള്ളത്. എന്നാൽ ആ റെക്കോർഡ് ഇപ്രാവശ്യം തകരും. എടി, പഴുതടച്ചൊരു ക്രൈം ചെയ്ത അതേത് മീര വർഗീസ് എന്നല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. റോഷൻ, നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് പ്രശ്നം. ഏതെങ്കിലും സില്ലി ക്രൈം ത്രില്ലർ സിനിമയുടെ കഥ പറയുന്നത് പോലെ പറയാതെ. അതൊന്നും അല്ല റിയാലിറ്റി. എടി, അത്ര ബ്രില്യന്റ് ആയിട്ട് നമ്മൾ ഏൽപ്പിച്ച പിള്ളേരൊക്കെ ജോലി ചെയ്ത്. ബ്രില്യൻസ് പോലും. സുമിതയെ ഇടിച്ചത് ഒരു ലോറിയാണെന്നും അതിൽ 2 പേരുണ്ടായിരുന്നുവെന്നും അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതാണോ ഇത്ര വലിയ കാര്യം? ആ ലോറിയുടെ CCTV ഫുട്ടേജ് അവർക്ക് കിട്ടിക്കാണും. പക്ഷെ അത് ഏത് വണ്ടിയാണെന്നോ അതിലുണ്ടായിരുന്നവരാരാണെന്നോ അവർക്ക് വിവരം കിട്ടിയില്ല. അതാണ് ബ്രില്യൻസ്. നീ പറയുന്നതൊക്കെ സത്യമാണോ? പോലീസിന് ആരെയൊക്കെ സംശയം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഞാനും നീയൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോന്നാണ് എന്റെ പേടി. എടി, ഇതൊക്കെ മാളത്തിലിരിക്കുന്ന പ്രതികളെ പുറത്തേക്ക് ഇറക്കാൻ പോലീസ് ഇറക്കുന്ന ഓരോ നമ്പറുകളല്ലേ. നമ്മൾ അതേ വീടരുത്. എനിക്ക് ശരിക്കും പേടിയായി തുടങ്ങുന്നുണ്ട് റോഷ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. അങ്ങനെയുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ എന്നെ ആ ജോലി നീ ഏൽപ്പിച്ചത്. ഇനിയും ആ വിശ്വാസം വേണം. ഇനി മീര വർഗീസ് അല്ല, ഏത് സേതുരാമയ്യർ വന്നാലും ഈ കേസ് തെളിയാനേ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. നേരം വൈകിയതിന് ഇനി ആരോടൊക്കെ സമാധാനം പറയണം? എവിടെയായിരുന്നു നീ ഇതുവരെ? രാത്രിയായിട്ടും കാണാതായപ്പോ ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു. നിനക്കൊന്നും
ഒന്ന് ഫോൺ എടുത്ത് കാര്യം പറഞ്ഞൂടെ? ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയതായിരുന്നു. നാളെ കാലത്ത് സുമിതേച്ചിയെ ഡിസ്ചാർജ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരുന്നതല്ലേ. സുമിതേച്ചി ആശുപത്രിയിൽ നിന്ന് വരുമ്പോ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിന് അമ്മയെ സഹായിക്കാൻ വേണ്ടി പോയതാ ഞാൻ. എന്തിനു പോയതാണെങ്കിലും നിനക്കൊന്ന് വിളിച്ചു പറയാൻ മേലായിരുന്നോ? ഇവിടെ എല്ലാരും ഉരുകി ചത്തു. ശ്രീകുട്ട, മതി. അവൾ എത്തിയല്ലോ, പിന്നെന്തിനാ ഇനി നീ വഴക്ക് പറയുന്നത്? മോള് പോയി കിടക്കാൻ നോക്ക്. നാളെ കാലത്ത് എഴുന്നേക്കേണ്ടതല്ലേ. സുമിയെ കാണാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി രാവിലെ തന്നെ പോണം. രാവിലെ പോകുമ്പോ മഹാദേവ ക്ഷേത്രത്തിൽ കയറി അവളുടെ പേരിൽ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്താൻ മറക്കണ്ട. കാലത്ത് അവളെ കെട്ടിയെടുക്കുന്നത് കാണാൻ ഞാൻ എന്തായാലും പോണില്ല. എനിക്കൊന്ന് ഉറങ്ങണം നന്നായി. ഇവരെ ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നേ? എന്ത് പണിയാ ഈ അമ്മ കാണിക്കുന്നേ? എന്റെ പൊന്നു മോളെ, നിന്റെ ജീവനോടെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ. ദൈവം കാത്തു. അമ്മേ, അവളിനി ഈ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. അമ്മയ്ക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് സമയം കിട്ടുമല്ലോ. നീ മിണ്ടരുത്. എന്റെ പൊന്നുമോൾ ഇത്രയും ദിവസം ആശുപത്രി കിടന്നിട്ട് നീ ഒരു ദിവസം എന്നെ കൊണ്ടുപോയി കാണിച്ചോ? ഇല്ലല്ലോ. ഞാൻ എന്റെ പൊന്നുമോളെ ഒന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ, എന്നിട്ട് കൊണ്ടുപോയാ മതി റൂമിലേക്ക്. നീ ഇങ്ങനെ ഈ രൂപത്തില് ഈ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ. എന്റെ തക്കുടൂന്റെ കയ്യും പിടിച്ച് വലതുകാലി വെച്ച് നീ കയറി വരുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇങ്ങനെയാണല്ലോ മോളെ നീ വന്നത്. ഇനി അങ്ങോട്ട് ഈ അച്ചമ്മയുണ്ട് നിനക്ക്. ഓടിച്ചാടി നടക്കുന്ന പഴയ സുമിതയായി നിന്നെ ഞാൻ കൊണ്ടുവരും. അച്ഛമ്മേ, അച്ഛമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ. അകത്ത് ലിഫ്റ്റ് ഉണ്ട്, അതിൽ കയറ്റി മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോവാം. ഇതെല്ലാം പേഷ്യന്റിന്റെ മരുന്നുകളാണ്. ഓരോന്നും കൊടുക്കേണ്ട സമയം ഇതിൽ എഴുതിയിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ. ഇത് വെച്ചോളൂ. താങ്ക് യു മാഡം. അമ്മ എന്തൊരു പണിയാ ഈ കാണിച്ചേ? ഈ സാധനത്തിന് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇന്ന് അവരുടെ വീട്ടുകാർ കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ? അമ്മയ്ക്ക് അതങ്ങ് ചെയ്താ പോരായിരുന്നോ? അല്ലെങ്കിൽ തന്നെ അച്ഛമ്മയെ കൊണ്ട് ഇവിടെ പൊറുതി മുട്ടിയിരിക്കുക. ഇനി ഈ മാരണത്തിനെ കൊണ്ട് നോക്കണമെന്ന് പറഞ്ഞാ നീ മിണ്ടിപ്പോരുത്. സുമിതയെ കുറിച്ച് ഒരു അക്ഷരം നീ ഇനി മിണ്ടരുത്. മിണ്ടിയാ ഞാൻ ആ നാവ് പിഴുതെടുക്കും. ഈ കിടക്കുന്ന ആരാണെന്നോ നിന്റെ വിചാരം? ഗിരിയുടെ ഭാര്യ, കൊയ്യാരത്ത് കുടുംബത്തിന്റെ മൂത്ത മരുമകൾ, ഈ വീടിന്റെ ഭാഗ്യലക്ഷ്മി. എന്റെ മക്കളെക്കാളും വലിയ സ്ഥാനം ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ മരുമകൾക്കാ. മനസ്സിലായോ നിനക്ക്? അമ്മയ്ക്കിത് എന്താ പറ്റിയേ? ഒരക്ഷരം മിണ്ടി പോരുത് നീ. ഈ കിടക്കുന്നത് നിന്റെ ഏട്ടത്തിയമ്മയാ. ഇവളെ കുറിച്ച് അറിയാതെയാണെങ്കിലും നിന്റെ വായിൽ നിന്ന് വീണു പോയെങ്കിൽ ആ മോശം വാക്കുകൾക്ക് ഇവളുടെ കാലിൽ തൊട്ട് മാപ്പ് പറ.
അമ്മയ്ക്കിത് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നിട്ട് അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ പറഞ്ഞതെല്ലാം ശരിയാ, അതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് സുമിതയുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ലായിരുന്നു. എടി, അവൾക്ക് എഴുന്നേറ്റ് നടക്കാനും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും മാത്രമേ കഴിയാതെ ഉള്ളൂ. കാഴ്ചയ്ക്കും കേൾവിക്കും യാതൊരു തകരാറുമില്ല. സത്യാണോ അമ്മ ഈ പറയുന്നേ? പിന്നല്ലാതെ. സുമിത കോമ സ്റ്റേജിലാന്ന് പറഞ്ഞിട്ട്? ആര് പറഞ്ഞു അവള് കോമ സ്റ്റേജിലാണെന്ന്? അവളുടെ ഓപ്പറേഷൻ നടത്തിയ ന്യൂറോ സർജനോട് ഞാൻ സംസാരിച്ചതല്ലേ. സുമിതയ്ക്ക് ശാരീരികമായ ഒരു തളർച്ച സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തികളൊക്കെ അവള് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറയുമ്പോ അത് നല്ലോണം ശ്രദ്ധിക്കണം. സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവള് നമ്മളെ ഇനി എന്ത് ചെയ്യുമെന്ന് അമ്മ പറയുന്നേ? എടി, മണ്ടത്തരം പറയാതെ. ഈ അവസ്ഥയിൽ നിന്ന് അവള് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് കാലമൊന്നും വേണ്ട എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ അവള് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഇതിനൊക്കെ എണ്ണി എണ്ണി നമ്മളോട് കണക്ക് ചോദിക്കും. അന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഗിരിയും കാണും അവളുടെ കൂടെ. ഞാൻ നിന്നെ സുമിതയുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞത് അവള് കേൾക്കാനാ. നീ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അവളുടെ മനസ്സിൽ നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതങ്ങ് മാഞ്ഞു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ ഒരു നാടകം കളിച്ചത്. അതേതായാലും നന്നായി. അമ്മയുടെ പെർഫോമൻസ് ഗംഭീരായിരുന്നു. അമ്മയുടെ സ്നേഹവും കരുതലും കണ്ടിട്ട് അവൾ അങ്ങ് അലിഞ്ഞു പോയി കാണും. എന്നാലും അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് മണ്ടത്തരായി പോയിന്നേ ഞാൻ പറയൂ. അവളുടെ അമ്മയും അനിയത്തിയൊക്കെ അവിടെ വെറുതെ ഇരിക്കല്ലേ? കൊണ്ടുപോയി നോക്കാൻ പറയായിരുന്നില്ലേ അമ്മയ്ക്ക്? സുമിതയ്ക്ക് സംഭവിച്ച ഈ ദുരന്തത്തോടെ ഗിരി സുമിതയോട് നന്നായിട്ട് അടുത്തിട്ടുണ്ട്. സുമിതയെ ഈ അവസ്ഥയിൽ അവളുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്താൽ ഗിരിയും കൂടി അങ്ങോട്ട് പോവും. ഗിരി അങ്ങനെ ഭാര്യ വീട്ടിലെ നിത്യ സന്ദർശകനായാൽ ഇക്കണ്ട സ്വത്തുക്കളുടെയും ബിസിനസ്സുകളുടെയും ഒക്കെ കടിഞ്ഞാൺ സുമിതയുടെ വീട്ടുകാരുടെ കയ്യിലാവും. അങ്ങനെ ഒരു അബദ്ധത്തിന് നമ്മൾ വഴിമരുന്നിട്ട് കൊടുക്കണം. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലെ ആയി പോവില്ലേ അത്? അതുകൊണ്ടാ ഇത്തിരി കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും അവളെ നോക്കിക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള കാലം സുമിത വീൽ ചെയറിൽ ജീവിക്കണോ അതോ എഴുന്നേറ്റ് നടക്കണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഇപ്പോ നമ്മുടെ കയ്യിലാ. അത് നമ്മൾ തീരുമാനിക്കും. അമ്മ എന്തൊരു കരുതൽ സ്നേഹമാണ് സുമിതയ്ക്ക് നൽകുന്നത്. ഇങ്ങനൊരു അമ്മയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. മൂക്ക് നിറഞ്ഞോ? മനസ്സിലായി, മതിയായി അല്ലേ? എങ്കിൽ പിന്നെ ഈ മരുന്നും കൂടി കഴിച്ചിട്ട് കിടന്നു. ആഹാരം ഗുളികയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അവള് സ്വസ്ഥായിട്ടൊന്ന് ഉറങ്ങട്ടെ. പിന്നെ നീ രാത്രി ഒരുപാട് സമയം ലൈറ്റ് ഓൺ ചെയ്ത് വെച്ച് ജോലി ചെയ്യരുത്. ഫോണും സൈലന്റിലാക്കണം.
അവളുടെ ഉറക്കത്തെ ഒരു തരത്തിലും ശല്യം ചെയ്യാൻ പാടില്ല. ശരി അമ്മേ. സുമിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഗിരി? ഒരു മാറ്റവും ഇല്ല, അതേ കിടപ്പ് തന്നെ. എടാ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീ സുമിതയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. എടാ, അവളുടെ കാര്യത്തിൽ എനിക്കൊരു ശ്രദ്ധക്കുറവും ഇല്ല ആകാശേ. വീട്ടിലെല്ലാവരും അവളെ നന്നായി പരിചരിക്കുന്നുണ്ട്. പോരെങ്കിൽ എന്ത് അത്യാവശ്യത്തിന് ഓടിയെത്തുന്ന ഹോം നഴ്സുമാരും ഉണ്ട്. അതല്ലല്ലോ കാര്യം. വേണ്ടപ്പെട്ടവരുടെ സാമീപ്യം പ്രാർത്ഥനയും ചെയ്യാൻ പോകുന്ന ഗുണം മറ്റൊന്നിനും ചെയ്യാൻ കഴിയില്ല ഗിരി. ആ, അത് പറഞ്ഞപ്പോഴാ സുമിതയും കൊണ്ട് ഞാൻ മുമ്പ് പോയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. അച്ചമ്മ നിർബന്ധിച്ചിട്ടാ അന്ന് പോയത്. അവിടേക്ക് ഒന്നോടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്നൊരു തോന്നൽ. സുമിതയുടെ പേരിൽ ഒരു വഴിപാട് നടത്തണം. കൊള്ളാലോ, നീ ഇപ്പൊ അമ്പലത്തിൽ പോയി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വരെയൊക്കെ എത്തി കാര്യങ്ങള് അല്ലേ? ഡാ, കളിയാക്കൊന്നും വേണ്ട. എന്റെ കൂടെ പറ്റുമെങ്കിൽ നീ നാളെ അതാ ഞാൻ പറയാൻ വന്നത്. എന്തോന്നാടാ ഈ പറയുന്നത് നീ? പറ്റുമെങ്കിലെന്നോ? നീ എവിടെ വിളിച്ചാലാ ഞാൻ വരാതിരുന്നിട്ടുള്ളേ? എന്ന് നാളെ രാവിലെ തന്നെ പോയേക്കാം. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഗിരി. പ്രാർത്ഥനയും കരുതലും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ സുമിതയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അതിനേക്കാളൊക്കെ സഹായിക്കുന്നത് വേറൊരു കാര്യമാണ്. അവൾ ഒത്തിരി ആഗ്രഹിച്ച് ഏറെ കൊതിച്ച് എന്നിട്ടും അവൾക്ക് കിട്ടാതെ പോയൊരു കാര്യമുണ്ട്. ഒരു ഭർത്താവിന്റെ സ്നേഹം, ഒരു ഭാര്യ എന്ന സ്ഥാനം. ഒരു ഭർത്താവിന്റെ കരുതലും സ്നേഹവും അവൾക്ക് പകർന്നു കൊടുക്കാൻ നിനക്കായാൽ, അവൾ കൊതിച്ചതുപോലെ സ്നേഹവും പ്രണയവും നിറഞ്ഞ ഒരു ജീവിതം അവളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞാൽ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അത് അവൾക്ക് വലിയൊരു മോട്ടിവേഷൻ ആകും. അത് ഉറപ്പാകിരി. നാളെ രാവിലെ ഒരു 6 മണി കഴിയുമ്പോൾ നമുക്ക് പുറപ്പെടാം. നീ റെഡി ആയിരുന്നാ മതി, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെടാ. ശരിടാ, ബൈഡാ. ചിലപ്പോഴേ എനിക്ക് തോന്നും ഗിരിയോട് നമ്മൾ ഈ സംസാരിക്കുന്നൊക്കെ പോത്തിന്റെ ചെവിയിൽ വേദവുന്ന പോലെയാണ്. അല്ല, ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നിയില്ലക്കു. ഗിരി ഇപ്പൊ പഴയതുപോലെ അല്ല. ഗിരിക്ക് നല്ല മാറ്റമുണ്ട്. നമ്മൾ പറയുന്നത് ഗിരിയുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടാക്കൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മനസ്സ് അസ്വസ്ഥമായ അവസ്ഥ പണ്ടായിരുന്നെങ്കിൽ അവൻ നമ്മളോട് തിരിച്ചു തർക്കിക്കാതെ പോവായിരുന്നോ?